2026 ഏപ്രിൽ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. ധനുക്കൂറിൽ ജനിച്ച ആൾക്കാരുടെയാണ് മൂലം നക്ഷത്രം, പൂരാടം നക്ഷത്രം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗവും ചേർന്നതാണ് ധനുക്കൂർ എന്ന് പറയുന്നത്. സുഖങ്ങൾക്ക് തടസ്സം മാറിക്കിട്ടും. സുഖങ്ങൾക്ക് ഉള്ള തടസ്സങ്ങൾ, സുഖങ്ങൾ ഉണ്ടാക്കാനുള്ള തടസ്സങ്ങൾ, എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സുഖ സൗകര്യങ്ങൾക്കുണ്ടാകും. അതിനുള്ള അതിൻ്റെ അസൗകര്യങ്ങളും മാറിക്കിട്ടും എന്നുള്ളതാണ്. അതുപോലെ എന്തെങ്കിലും രോഗങ്ങളാൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ രോഗങ്ങൾക്ക് കുറവ് വരും. പല രീതിയിലുള്ള ധനപ്രാപ്തി ഉണ്ടാകും. നിക്ഷേപങ്ങളിൽ നിന്നും അല്ലാതെയുമൊക്കെ പല രീതിയിലും ധനം ലഭിക്കാം. അതുപോലെ ദൈവാധീനമുള്ള ഒരു സമയമാണ്, ഈശ്വര കടാക്ഷമുള്ള ഒരു സമയമാണത്. സർക്കാരിൽ നിന്നുള്ള ഭയം ജനിപ്പിക്കുന്ന നോട്ടീസുകൾ ഇവയ്ക്കെല്ലാം തൽക്കാലം ഒരു ശമനമുണ്ടാകും. അതുപോലെ ശത്രുക്കളുടെ ശല്യം നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. നിങ്ങളുടെ ശത്രുക്കളായിരുന്നാലും നിങ്ങൾക്ക് വിരോധികളായിട്ടുള്ള ആൾക്കാർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അതെല്ലാം ഒഴിവായി കിട്ടും. ബുദ്ധി സാമർഥ്യം ഉണ്ടാകുന്നു, വാക് സാമർഥ്യം ഉണ്ടാകുന്നു. ആലോചിച്ചൊരു കാര്യം തീരുമാനിക്കേണ്ട ഒരു സാമർഥ്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നു. അതുപോലെ കാര്യസിദ്ധി ഉണ്ടാകുന്നു. എല്ലാ കാര്യങ്ങളും തടസ്സമില്ലാതെ നടന്നു കിട്ടുന്ന ഒരു ഭാഗ്യവും കൂടി ഈ സമയം ലഭിക്കും. ദമ്പതിമാർ തമ്മിലുള്ള എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ അതെല്ലാം ഒത്തുതീർപ്പാക്കി രമ്യതയിലേക്ക് എത്തുന്നു. അതുപോലെ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അംഗീകാരം കിട്ടുന്നു. എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാനാണെങ്കിൽ അതിന് ലൈസൻസ് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം നിങ്ങൾക്ക് സുഗമമായി നടത്തിയെടുക്കാൻ സാധിക്കുന്നു. അതുപോലെ മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ കോൺട്രാക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ബില്ലുകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുടിശ്ശിക കിട്ടേണ്ട പൈസകളോ ഇതെല്ലാം നിങ്ങൾക്ക് ഉദ്യോഗസ്ഥരാണെങ്കിൽ അതുപോലെ ഉള്ള കുടിശ്ശിക പൈസകളെല്ലാം കിട്ടുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നു. മാനസിക ക്ഷേമം ഉണ്ടാകുന്നു. മനസ്സിനൊരു സന്തോഷവും ഐശ്വര്യവും ലഭിക്കുന്നു. അതുപോലെ തന്നെ കീർത്തി ലഭിക്കുന്നു. മറ്റുള്ളവരുടെ ഇടയിൽ നിങ്ങളൊരു വിശ്വസ്തനാകുന്നു. അതുപോലെ നല്ലൊരു സ്വഭാവം ഉള്ള ഒരു ആളായി, സ്വഭാവ മാഹാത്മ്യമുള്ള ഒരാളായി മറ്റുള്ളവർ നിങ്ങളെ കാണുന്നു. നിങ്ങൾ ഇനി ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. സഹോദരന് ചില രോഗങ്ങൾ വരാം. ശരീരത്തിൻ്റെ രക്തശുദ്ധീകരണം നടക്കുന്നില്ല എന്നാണ് കാണുന്നത്. അതുപോലെ മതപരമായ കാര്യങ്ങൾക്ക്, പൂജ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കെല്ലാം കുറച്ച് തടസ്സം വരുന്നു. അല്ലെങ്കിൽ മതപഠനത്തിനായിരുന്നാലും കുറച്ച് വരുന്നു. ഉപാസനകൾക്ക് കുറച്ച് ഭംഗം വരുന്നു. എന്തെങ്കിലും ദേവതയെ ഉപാസിച്ചുകൊണ്ടിരുന്നതാണെങ്കിൽ അതിനൊക്കെ ഒരു തടസ്സം വരുന്നു. അതുപോലെ മാതാവിനോ പിതാവിനൊക്കെ അസുഖം വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഒരു ഭാഗ്യഹാനി ഉണ്ടാകാം. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു ദൈവികപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിശ്വാസം പുലർത്തുക. ധർമ്മപരമായ കാര്യങ്ങൾക്ക് ഒരിക്കലും മുടക്കം വരരുത്. ദാനങ്ങളൊക്കെ കൃത്യമായി നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായങ്ങളും ദാനങ്ങളും ചെയ്യുക. പിതൃസമന്മാരായ ഒരാൾ, നിങ്ങളുടെ അച്ഛൻ്റെയോ അപ്പൂപ്പൻ്റെയോ അല്ലെങ്കിൽ അമ്മാവൻ്റെയോ ഇങ്ങനെയൊക്കെ അവരൊക്കെ പിതൃസമങ്ങളാണ്. അവർക്കൊരു വിയോഗം വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാർ ജോലി കിട്ടുന്നതിന്, സർക്കാർ ജോലിയിൽ എല്ലാ കടമ്പകളും പൂർത്തിയാക്കി സർക്കാർ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ചെറിയ തടസ്സങ്ങൾ കാണുന്നു ഈ മാസം. ഇനി തടസ്സങ്ങൾ കണ്ടുപിടിച്ചത് പരിഹരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത് വിവരിക്കുന്നത്. അടുത്ത് മൂലം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് ആദ്യം പറയുന്നത്. 2.5 വയസ്സ് വരെയുള്ള മൂലം നക്ഷത്രക്കാർക്ക് ഇത്തിരി മോശം സമയമാണ്. ബാല്യകാലം പല രോഗങ്ങളും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. ചില മൂലം നക്ഷത്രക്കാർക്കാണ്, അല്ലാത്തവർക്ക് കുഴപ്പമില്ല. 2.5 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ഉള്ളവർക്ക് തടസ്സങ്ങളില്ലാതെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകാൻ സാധിക്കും. ആദ്യമൊക്കെ തടസ്സങ്ങൾ വരുമെന്ന് തോന്നും. കാരണം വിദ്യാഭ്യാസം നടക്കുമോ അങ്ങനെയൊക്കെയുള്ളൊരു പേടി ഉണ്ടാകും. പക്ഷേ അതൊക്കെ ഭാഗ്യം കൊണ്ട് അതൊക്കെ തടസ്സങ്ങൾ മാറിക്കിട്ടുകയും അവർക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം ലഭിക്കുന്നു. ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നു. അതുപോലെ രോഗങ്ങളൊക്കെ പ്രയാസപ്പെടുത്തുമെങ്കിലും അതൊന്നും വിദ്യാഭ്യാസത്തിനെ ഒരിക്കലും ബാധിക്കുന്നില്ല. 20 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ളവർക്ക് ചെറിയൊരു ധനനാശം വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അശ്രദ്ധ കാണിക്കരുത്. അവിടെ ധനപരമായിട്ടുള്ള ഒരു അച്ചടക്കം, സാമ്പത്തിക അച്ചടക്കം നിങ്ങൾ പാലിക്കേണ്ടതാണ്. ചിലവുകൾ ചുരുക്കുക, വിനോദങ്ങൾ കഴിയുന്നതും കുറയ്ക്കുക. അതുപോലെ കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഉപേക്ഷിക്കുക. അതുപോലെ പ്രസൻറ്റേഷൻ കൊടുക്കുന്നത്, വലിയ രീതിയിലുള്ള പ്രസൻറ്റേഷൻ കൊടുക്കുന്നതൊക്കെ ഒന്ന് നിർത്തിവെക്കുക. അതുപോലെ വലിയ പാർട്ടി വിരുന്ന് സൽക്കാരങ്ങളിൽ അതെല്ലാം ഒന്ന് നിയന്ത്രിക്കുക. 26 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിലുള്ള സാമ്പത്തിക അച്ചടക്കം പാലിച്ചവർക്ക് ധാരാളമായി ധനം ഈ കാലഘട്ടങ്ങളിൽ അവർക്ക് ലഭിക്കുന്നതാണ്. ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നു. അതുപോലെ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി നടത്തിയെടുക്കാൻ സാധിക്കുന്നു. സാമ്പത്തിക സ്ഥിതി ഉള്ളതുകൊണ്ട് നടത്തിയെടുക്കാനെല്ലാം സാധിക്കുന്നു.
ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ പ്രൊമോഷൻ ലഭിക്കുന്നു. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും അവർക്കും അതിനുള്ള മേൽത്തട്ടിലേക്ക് ഉയർച്ച ലഭിക്കുന്നു. ശാരീരികമായും മാനസികമായും ആരോഗ്യപരമായും അവർക്ക് വളരെ നല്ല സമയമാണ്. സ്വന്തമായിട്ട് ഭൂമി, വീട് എന്നിവ വാങ്ങുന്നതിനും വിവാഹം കഴിക്കുന്നതിനും ഇഷ്ടപ്പെട്ട ജോലിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുന്നതിനും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും എല്ലാം അവർക്ക് ഭാഗ്യം കിട്ടുന്നൊരു മാസമാണ്, ഒരു കാലഘട്ടമാണ്. 36 വയസ്സ് മുതൽ 43 വയസ്സ് വരെയുള്ളവർക്ക് ചില സർജറികൾ അവർക്ക് വേണ്ടി വന്നേക്കാം. അത് വയറ് സംബന്ധമായ അസുഖത്തിൻ്റെ സർജറിയാണ് കാണുന്നത്. അപ്പൻഡിക്സ്, ഹെർണിയ, പൈൽസ് തുടങ്ങിയ അവയവങ്ങൾ ആയിട്ട് ഉള്ള രീതിയിലുള്ള സർജറിയാണ് കാണുന്നത്. 43 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ളവർക്ക് ബുദ്ധിശൂന്യത ഉണ്ടാവാൻ ഒരു സാധ്യതയുണ്ട്. അതിനാൽ ഏത് കാര്യവും തീരുമാനിക്കുന്നതിന് മുമ്പ്, ഇപ്പോൾ പുതിയ സംരംഭം തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവകകൾ വാങ്ങുന്നതിനോ എന്ത് കാര്യത്തിനായിരുന്നാലും അതിന് അനുഭവ സമ്പത്തുള്ള ആൾക്കാർ, അവർ വിശ്വാസമുള്ളവരായിരിക്കണം. അവരുമായിട്ട് ആലോചിച്ച് വേണം ഓരോ കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുന്നതിലേക്ക് വേണ്ടി. അത് വിശ്വസിക്കാൻ പറ്റാത്തവരുമായി ഒരു കാരണവശാലും ചർച്ച ചെയ്യരുത്. 61 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് ധാരാളം ധനം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഭാഗ്യം കടാക്ഷിക്കുന്ന ഒരു സമയമാണ്. മനസ്സമാധാനങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. മക്കളും കൊച്ചുമക്കളുമായി സുഖജീവിതം നടക്കാൻ നിങ്ങൾക്ക് ഈ വാർദ്ധക്യ കാലത്ത് വളരെ ഭാഗ്യം ലഭിക്കുന്ന ഒരു സമയമാണ്. പൂരാടം നക്ഷത്രക്കാർക്കുള്ളതാണ് അടുത്ത് പറയാൻ പോകുന്നത്. 15 വയസ്സ് വരെയുള്ള പൂരാട നക്ഷത്രക്കാർക്ക് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയൊക്കെ ഒത്തുചേരലുകൾ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കാം. നിങ്ങളുടെ വിദ്യാഭ്യാസം തടസ്സമില്ലാതെ നടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അച്ഛനും അമ്മയും കൂടി വഴക്കിട്ട് അവർ വേർപിരിഞ്ഞ് താമസിക്കുന്നതിനും കുറേ കാലം വേർപിരിഞ്ഞ് താമസിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ അതല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് അച്ഛനും അമ്മയും വേറെ ദൂരസ്ഥലങ്ങളിൽ, വീട്ടിൽ എന്നും പറ്റാത്ത രീതിയിലുള്ള ദൂരസ്ഥലങ്ങളിൽ താമസിച്ചാലും മതിയാകും. ചില പൂരാട നക്ഷത്രക്കാരുടെ അച്ഛനമ്മമാർ അവർ സ്ഥിരമായി തന്നെ ബന്ധം വേർപെടുത്തി അവർ പോകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ ചില പൂരാട നക്ഷത്രക്കാർക്ക് അച്ഛനമ്മമാരിൽ ഒരാളിൻ്റെ ഒരു ലാളനം, അവരെ സ്നേഹം കിട്ടാത്ത ഒരവസ്ഥ വരാനും സാധ്യത കാണുന്നുണ്ട്. 15 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ളവർക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അശ്രദ്ധ കാണിച്ചാൽ ധനനഷ്ടം വരാം. സ്വന്തം നാട്ടിൽ നിന്ന് നാട്ടിലേക്ക് പോയി താമസിക്കാനുള്ളൊരു സാധ്യതയുണ്ടെന്ന്. അതുപോലെ തന്നെ വാഹന അപകടം ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 21 വയസ്സ് മുതൽ 31 വയസ്സ് വരെ ഉള്ളവർക്ക് വളരെ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. ധനം, ധാന്യം, എല്ലാ ഐശ്വര്യങ്ങളും അവർക്ക് ഭഗവാൻ നൽകുന്ന ഒരു സമയമാണ്. വിദ്യാഭ്യാസം ലക്ഷ്യത്തോടെ പൂർത്തിയാക്കാനും ഇഷ്ടപ്പെട്ട വളരെ ആഗ്രഹിച്ച തൊഴിലിൽ പ്രവേശിക്കാനും അതുവഴി അവർക്ക് വളരെ ഉന്നതിയിലേക്ക് എത്തിച്ചേരാനും സാധിക്കുന്നു. 31 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ളവർക്ക് അത്യാവശ്യമായി ഒരു ചെറിയ സർജറി അവർക്ക് വേണ്ടി വരാം. അതല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ഒരു ചികിത്സ വേണ്ടി വരാനുള്ളൊരു സമയമുണ്ട്. ഈ സമയത്ത് തീപ്പൊള്ളൽ, ഇലക്ട്രിക് ഷോക്ക് എന്നിവ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 38 വയസ്സ് മുതൽ 56 വയസ്സ് വരെയുള്ളവർക്ക് ഒരു മരണഭയം അവരെ വേട്ടയാടാം. ഒരു ജീവിതത്തിൽ കുറച്ച് നിരാശയും വെറുപ്പും, അതായത് ഒരു മനസ്സിനൊരു സന്തോഷമില്ലായ്മയൊക്കെ പോലെ ഒരു വരാം. അതിൽ ചില മാനസിക പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാകാം, മനോവിചാരങ്ങൾ ഉണ്ടാകാം. അത് അവർ ആ രീതിയിൽ അതിൻ്റെ മാനസിക ഡോക്ടറെയൊക്കെ കണ്ട് ചികിത്സ തേടേണ്ടതാണ്. ബുദ്ധിപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ യുക്തി ചേർത്ത് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ വിശ്വാസമുള്ള അനുഭവ സമ്പത്തുള്ള ആൾക്കാരെ കൂടി ആലോചിച്ച് വേണം ഒരു തീരുമാനം എടുക്കാൻ. അതുപോലെ വിഷബാധ ഏൽക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഇഴജന്തുക്കളിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപന വസ്തുക്കളിൽ നിന്നോ, അതായത് കല്ല്, മറ്റുള്ള രീതിയിലുള്ള വിഷവസ്തു, ഫുഡ് പോയ്സൺ എന്നിവയിൽ നിന്നെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ശരീരത്തിന് ഒടിവ്, ചതവ് എന്നിവ ഉണ്ടാകേണ്ട ഒരു സാധ്യതയുണ്ട്. അതുമൂലം ഒരു സർജറിക്ക് സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പം വളരെ കൃത്യമായ നിയമം അനുസരിച്ച് പോവുക. 56 വയസ്സ് മുതൽ 72 വയസ്സ് വരെയുള്ളവർക്ക് മുൻകാലങ്ങളിൽ അനുഭവിച്ച കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആശുപത്രി ചികിത്സകളും അതൊക്കെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടുന്നു. അവർക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ഐശ്വര്യങ്ങളിൽ ലഭിക്കുന്ന ഒരു സമയമാണ്. ഇതിൽ ചിലർ ആത്മീയത കൈവരിക്കാൻ ശ്രമിക്കുന്നു. അവർക്കായി വളരെ നേട്ടങ്ങൾ മാനസികപരമായി ഉണ്ടാകുന്നു. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ഒരു മോശം സമയമാണ്. ആരും സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥ വരാം. ഇണയുടെ വേർപാട് അല്ലെങ്കിൽ വിദേശവാസം എന്നിവ കൊണ്ടവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അടുത്ത ഉത്രാടം നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ് പറയുന്നത്. 10 വയസ്സ് വരെയുള്ള ഉത്രാടം നക്ഷത്രക്കാർക്ക് ഒരു പരിധിവരെ നല്ലൊരു സമയമാണ്. കുടുംബത്തിൽ ധനം വരുന്നതിനും
വസ്തുവകകൾ വരുന്നതിനും സാധിക്കുന്നു. നിങ്ങളുടെ അച്ഛനമ്മമാരുടെ, ഈ കുട്ടിയുടെ അച്ഛനമ്മമാരുടെ കുടുംബ പാരമ്പര്യ വസ്തുക്കൾ ഭാഗം വെച്ച് അതിൽ ഓഹരി പണമായിട്ടോ വീടായിട്ടോ വസ്തുവായിട്ടോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇതിൽ ചില ഉത്രാട നക്ഷത്രക്കാർക്ക് ആസ്മ, ശ്വാസം മുട്ടൽ പോലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ കഫത്തിൻ്റെ ഉപദ്രവങ്ങൾ വരുന്നതിനും സാധ്യതയുണ്ട്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ളവർക്ക് ഇവർക്ക് ചിലർ ഒരു ചെറിയ സർജറി വേണ്ടി വന്നേക്കാം. ചില രോഗങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ട് വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കുക, അശ്രദ്ധ കാണിക്കരുത് ഓരോ കാര്യത്തിനും. കാരണം ശ്രദ്ധിക്കേണ്ട കാര്യം കൂട്ടുകെട്ടാണ്. മോശമായ കൂട്ടുകെട്ടുകളിലാണ് ചെന്നപ്പെടുന്നതെങ്കിൽ പോലീസ് പരാതി, കോടതി നടപടികൾ വരുന്നതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് രക്ഷകർത്താക്കൾ ഈ സമയം ശ്രദ്ധിക്കുക. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് ധനനാശം കാണുന്നു. അത് വളരെ ശ്രദ്ധിച്ചാൽ ആ ധനനാശങ്ങൾ ഒഴിവാക്കാവുന്നതാണ്. അതിനാൽ സാമ്പത്തികമായ ഒരു അച്ചടക്കം ഈ ചെറിയ പ്രായത്തിൽ ശീലിക്കേണ്ടതാണ്. പല ആപത്തുകളും ഉണ്ടാകുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. മാനസികപരമായി സംഘർഷം വരാം. അതിനാൽ ഈ സമയത്ത് മയക്കുമരുന്നിനും മദ്യത്തിനും ഒന്നും അടിമയാകരുത്, അത് ഉപയോഗിക്കാതിരിക്കുക. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് സാമ്പത്തിക അച്ചടക്കം, മറ്റുള്ള രീതിയിൽ നല്ല ശീലങ്ങളിൽ കൂടി പോയ ആൾക്കാർക്ക് അവർക്ക് ഈ കാലഘട്ടങ്ങളിൽ വളരെയധികം സന്തോഷം, ധനലാഭം, അവർക്ക് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. അവർക്ക് നല്ല ഒരു വരുമാനം ലഭിക്കുന്നു. അവർക്ക് സർവ്വ ഐശ്വര്യങ്ങൾ ലഭിക്കുന്നു. ബുദ്ധിക്ക് സ്ഥിരത ഉണ്ടാകുന്നു. മാനസികപരമായി പല രീതിയിലും ഉള്ള വിചാരങ്ങൾ മാറിക്കിട്ടുന്നു. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളെ ഉയർച്ചയിൽ അസൂയുള്ള ആൾക്കാർ, ശത്രുക്കളൊക്കെ കൂടി ചേർന്ന് നിങ്ങൾക്ക് മാനഹാനി വരും വിധം പല രീതിയിലും അപഖ്യാതി പറഞ്ഞു വരുത്തുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരുടെയും ഒരു കെണികളിൽ ചെന്ന് ചാടാണ്ടിരിക്കുക. അങ്ങനെ ചാടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോലീസ് പരാതികളും കോടതി കേസുകളൊക്കെ ഉണ്ടാവാം. അങ്ങനെ ആ നടപടികൾ നിങ്ങൾ നേരിടേണ്ടി വരാം. അതുപോലെ തന്നെ ഇണയുടെ വേർപാട് നിങ്ങൾക്ക് ഒരു ദുഃഖമുണ്ടാക്കുന്നതിനും ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ പ്ലാൻ ചെയ്തു വച്ചിരുന്ന ചില പദ്ധതികൾ അത് നടപ്പിലാക്കാതെ വരാനും ഒരു സാധ്യത കാണുന്നുണ്ട്. സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോയി സ്ഥിരതാമസമാക്കാനും സാധ്യതയുണ്ട്. കാരണം മക്കളൊക്കെ ചിലപ്പം അന്യദേശത്താണെങ്കിൽ അവിടെ പോയി താമസിക്കാനും ഒരു സാധ്യത കാണുന്നുണ്ട്. 70 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. വളരെ ഭാഗ്യമുള്ളൊരു സമയമാണ്. ചെറിയ രോഗങ്ങളുണ്ടെങ്കിലും അതൊന്നും വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. ധനത്തിനും ധാന്യത്തിനും സുഖങ്ങൾക്കെല്ലാം അവർക്ക് വളരെ നല്ല രീതിയിലെല്ലാം കിട്ടുന്നു. ഈ സമയം പക്ഷിപിഷ ബാധ ഏൽക്കാണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ ഫലങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്ക് വാസ്തുപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ ജ്യോതിഷപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ വാട്സപ്പിലോ ഫോണിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് സകലവിധ സുഖ സമ്പൽ സമൃദ്ധി, ആയുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.